ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ജബൽ ജെയ്സ് വരെ പോകാമെന്ന് വിചാരിച്ചാൽ ഇവിടെ തണുപ്പൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവിടെ പക്ഷേ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചോദിച്ചാൽ അവിടെ പോയിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി ഉണ്ട് കേട്ടോ, കൂടെ കസിൻസും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് അവിടെ നിന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ, വെജ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ, മീൻ അങ്ങനെയുള്ള ഓരോരുത്തർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെയും കൂടെ കൂട്ടാന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വെജ് ഐറ്റത്തിലെ കുറച്ച് ഐറ്റം ഞാനാട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെച്ച് പനീർ ടിക്ക എടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയ 2 സ്പൂൺ നല്ല കട്ട പുളി കുറവുള്ള തൈരാട്ടോ, അധികം പുളി ഒട്ടും ഇല്ലാത്ത തൈര് എടുക്കുക. അതിനകത്തിലേക്ക് ഞാൻ കുറച്ചേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളി കൂടുതൽ അതിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തിലേക്ക് ലേശം ജീരകത്തിൻ്റെ പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ആട്ടോ ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കസ്തൂരി മേത്തി വളരെ കുറച്ച് മതി കേട്ടോ, ഒരുപാട് കയ്പ്പുണ്ടാവും. അപ്പോൾ കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്തു, പിന്നെ ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് അങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാനിത് മിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കപ്പയും അതുപോലെ തന്നെ കപ്പയ്ക്കുള്ള ചമ്മന്തി ഞാൻ കൂടുതലെടുത്തിട്ടുണ്ട്. പിന്നെ കുബൂസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഞാൻ പനീർ ടിക്കയുടെ ഇടയ്ക്ക് വെക്കാനുള്ള ക്യാപ്സിക്കോ, അതുപോലെ തന്നെ ഓണിയനും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത്, പിന്നെ പനീർ, പിന്നെ പൈനാപ്പിൾ, ഇതൊക്കെയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യട്ടോ. പലരും പല വഴിക്കൂടെ ആട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ ഒരു നാത്തൂനുണ്ട്, ഞാനും മാമി എന്നാട്ടോ വിളിക്കുന്നത്. അവരെല്ലാം മാമി എന്ന് വിളിക്കുന്നത്, ഞാനും മാമി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മാമി മോനും കൂടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാനും ഏട്ടനും അവർ രണ്ടുപേരുമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചൊരു വണ്ടിയിലും. പിന്നെ ഏട്ടൻ്റെ കുഞ്ഞമ്മയും ചിറ്റപ്പന് കസിൻസ്, കുഞ്ഞമ്മയുടെ ചിറ്റപ്പൻ്റെ മോളും മരുമോളും അവരെല്ലാവരും കൂടെ ആട്ടോ വന്നത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്താമെന്ന് പറഞ്ഞവരും ഞങ്ങളും അവിടെ എത്തി. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജബൽ ജെയ്സിലേക്ക് പോയിരുന്നു. നല്ല തിരക്ക്. ഇത് നവംബർ 1st വീക്കിൽ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആയിട്ട്. ഇപ്പം തണുപ്പ് നല്ല തണുപ്പായിട്ടുണ്ട്. ആ സമയത്ത് തണുപ്പ് രാത്രി ആവുന്തോറും തണുപ്പ് ചെറുതായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ സമയത്ത് പോയി നല്ല തണുപ്പായിരിക്കും, അതുപോലെ നല്ല തിരക്കും കാണും. ഞങ്ങൾ അന്ന് പോയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോൾ പോയത് ഇതുപോലെ ബൈക്കിലൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ വരാറുണ്ട്. മിക്ക ദിവസവും നമ്മൾ മിക്കപ്പോഴും പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് വട്ടം അവിടെ പോയിട്ടുണ്ട്, ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനും ക്യാമ്പ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഒക്കെ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ അത്ര തണുപ്പ് തുടങ്ങിയില്ല ഇട്ട് പോലും ഭയങ്കര തിരക്ക്. ഞങ്ങൾക്ക് ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവിടെ ഞങ്ങൾക്കൊരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ അന്നത്തെ സ്റ്റേ ചെയ്യുന്നില്ലായിരുന്നു. എൻ്റെ കസിന് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു ഏരിയ കിട്ടി. അവിടെ ഞങ്ങൾ അപ്പോൾ തന്നെ പെട്ടെന്ന് ടെൻ്റൊക്കെ അടിച്ച്, ഞങ്ങൾ ടെൻറ്റിൽ ജസ്റ്റ് ഈ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ടെൻ്റൊക്കെ അടിച്ച് ഒരു വൈബിന് വേണ്ടിയിട്ട് മാത്രമാട്ടോ ടെൻ്റൊക്കെ ഓപ്പൺ ചെയ്തത്. അതിലൊന്നും ആരും കിടക്കാനൊന്നും പോയില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ പോകാവുന്നത് ടെൻറ്റ് പൊക്കിയപ്പോൾ തന്നെ അവിടെ ഒരു 4-5 പേര് തന്നെ അവിടെ ടെൻ്റ് അടിച്ചു കേട്ടോ. അത്രയ്ക്ക് തിരക്ക്, ആർക്കും സ്ഥലം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം ടെൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റ് ചെയ്യുവാണ്. കുക്ക് ഇവിടെ ചേച്ചി, ഇവിടെ ഇതിന്റെ ഇടയില് അല്ല, നമ്മുടെ മെയിൻ ചാട്ടൻ നെസ്റ്റോല് കിട്ടും. നെസ്റ്റോക്കാർക്ക് പ്രൊമോഷൻ നേരെ എടുക്കണം. ഇപ്പോഴത്തെ ലൈറ്റ് നല്ല രസമുണ്ട് കേട്ടോ. കോളില്ല, ഇത് കോള് ചാർക്കോൾ കോൾ. പൊട്ടിച്ചാക്കുണ്ടോ?
പിന്നെ ചിറ്റപ്പൻ ചിരിച്ച്. അതൊക്കെ മാറ്റിയാണ്. അതേസമയം ജെല്ലാണെങ്കിൽ അത് കുറേ നേരം അത് പറ്റി നിന്നങ്ങ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കത്തിപ്പോ. ഫ്ലെയിമിന്റെ എടുക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല കത്തുന്നത്. വീശുന്ന ഞാക്കുണ്ട് കണ്ട. ഓ അടിപൊളി. ദേ ഇവിടെ തെറിക്കുന്നു. നമ്മുടെ ഇത് കൊടുത്ത് ഇത് ആ ഒരു കൊള്ളാം. എന്തോ ചെറിയ നിസ്സാര പണിയല്ല, അല്ല എല്ലാത്തിനും ഒരു നാക്കുണ്ട്. എല്ലാം കൂടെ കഴിച്ചിട്ടേ ഒന്ന് ഫേസ് നടത്തുള്ളൂ. വെള്ളം ചെയ്യണം. എനിക്ക് 2 മിനിറ്റ് ഗ്രേവി ഇതിനകത്തോടെ ഇരിക്കുകയാണ്. ഞാൻ പറയുവാ അത് ചൂട് ഒഴിച്ചേക്കെ കുറച്ച് മതി. അല്ല മറ്റേ എല്ലാം കൂടെ അടിയിലുണ്ടാകും. മതി 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 മതി. അമ്പാടി പോകുന്നുണ്ടേ കണ്ണനും ആള് കട്ടന് ഉണ്ട്, പഞ്ചസാര ഇല്ല. കട്ടൻ എന്റെ ഉണ്ട്, പഞ്ചസാര ഉണ്ട് നിങ്ങളുടെ. വെരി ഗുഡ്. അപ്പൊ ചായയുടെ പറഞ്ഞ ബട്ടറാ. പിന്നെ ഫ്ലെയിം ഞാൻ ബാക്കി അത് കഴിച്ചിട്ട് ഞങ്ങൾ ഊറ്റം പറയാം. അല്ല പറ. ഞാൻ കാലായിരിക്കുന്നത് എടുക്കുന്നേ എല്ലാരും ചുമ്മാ കഴിച്ചോ. വീഡിയോയാ. ആളോ നേരെ കിടി. അച്ചാറോ അച്ചാറ്. അങ്ങനെ ഞങ്ങൾ ഒരു 8-9 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചിങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം പിറ്റേ ദിവസം കസിന് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു 2:30-3 മണിക്ക് പോയാലേ നമുക്ക് സീറ്റൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് തിരക്ക് ഇപ്പം എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ പോകണമെന്ന് തന്നെ വിചാരിച്ചിരിക്കുക കേട്ടോ. നല്ല രസം ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.